നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് പ്രോട്ടീനെ അറിയപ്പെടുന്നത്. 9 പ്രോട്ടീൻസ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഈ 9 പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ്, ഒരു സപ്ലിമെന്റ് ആണ് പ്രോട്ടീൻ പൗഡർ. അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്, നമ്മളുടെ ഡിഫൻസിന്, രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടത് പ്രോട്ടീനാണ്. കമ്മ്യൂണിക്കേഷൻ, ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അതുപോലെ തന്നെ സ്ട്രക്ചർ, കൊളാജൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പൊ ഇവിടെയൊക്കെ എന്തിന്റെ ആവശ്യമുണ്ട്? പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. 3 തരത്തിലുള്ള പ്രോട്ടീനാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. വെയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ, അതുപോലെ തന്നെ സോയ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 2 നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസും, അതായത് നെല്ലിക്ക ഇതിൽ അടങ്ങിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ബ്രഹ്മിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി വെയ് പ്രോട്ടീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം, അതായത് പാലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ 9 എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള വെയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ആദ്യം പറഞ്ഞ എല്ലാത്തിന്റെയും നിർമ്മാണത്തിന് ഈ വെയ് പ്രോട്ടീൻ സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ടുള്ളതാണ് സോയ് പ്രോട്ടീൻ. സോയാബീനിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾക്ക് ഇത് കഴിക്കുന്നതിലൂടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്, ബ്ലഡ് പ്രഷർ വരാതിരിക്കാൻ സഹായിക്കുന്നതാണ്, നമ്മളുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളിന്റെ അളവൊക്കെ, അതായത് ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് താഴ്ത്തി നിർത്തിക്കൊണ്ട് നല്ല കൊളസ്ട്രോളിന്റെ അളവിനെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് സോയ് പ്രോട്ടീൻ. ക്യാൻസർ വരാതെ സഹായിക്കുന്നതാണ്, ഡയബറ്റിക്സ് വരാതെ സഹായിക്കുന്നതാണ്, നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് സോയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. പിന്നീട് പീയിൽ നിന്നും എടുത്തിട്ടുള്ള പീ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരുപാട് BCAA, അതായത് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറയും. BCAA തന്നെയുള്ള ഒരുപാട് പ്രൊഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്സ് നമുക്ക് മസിൽസിന്റെ ഗ്രോത്തിനും മസിൽസിന്റെ സ്ട്രെങ്ത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളതാണ് പീ പ്രോട്ടീൻ ഉള്ളത്. ഇനി ആംല അല്ലെങ്കിൽ നെല്ലിക്കയുടെ ഗുണം ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. പിന്നെ ബ്രഹ്മി. അപ്പം നമ്മുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, ഗ്രൂപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് അതിൽ വന്നിട്ടുള്ളത് നോക്കുമ്പോഴത്തേക്കും വളരെ ആലോചിച്ചിട്ടാണ് അതിന്റെ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. പ്രോട്ടീനിന് വേണ്ടിയിട്ട്, പ്രോട്ടീൻ നൽകാൻ വേണ്ടിയിട്ട് 3 പ്രോട്ടീൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? വെയ് പ്രോട്ടീൻ, സോയ് പ്രോട്ടീൻ, പീ പ്രോട്ടീൻ ഉണ്ട്. ഇനി നെല്ലിക്ക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള നെല്ലിക്കയുണ്ട്. പ്രമേഹത്തെ ചെറുത്ത് നിർത്തുന്നതിനും കൂടി സഹായിക്കുന്നതായിട്ടുള്ള നെല്ലിക്കയുണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ബ്രെയിനാണ്. ആ ബ്രെയിനിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, അല്ലെ? അതിന്റെ ആരോഗ്യം കൂടി ഒന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മളുടെ ഇതിൽ എന്ത് വന്നിട്ടുണ്ട്? ബ്രഹ്മി ചേർന്നിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മിയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഈ ഇൻസുലിൻ, ഹീമോഗ്ലോബിൻ, ഇതൊക്കെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്വിച്ച് ഇടുന്നത്, ആ ഒരു കൺട്രോളർ എന്ന് പറയുന്നത് ബ്രെയിനാണ്. ആ ബ്രെയിനിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റില് എന്ത് ചേർന്നിട്ടുണ്ട്? ബ്രഹ്മി ചേർന്നിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മി നമുക്കറിയാം ഓർമ്മശക്തി ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ളതാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളുടെ ഈ പറഞ്ഞ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ പ്രോട്ടീൻ പൗഡർ ആർക്കൊക്കെ നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്? എല്ലാവർക്കും നിർദ്ദേശിക്കാം, അല്ലെ? പ്രോട്ടീൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനിപ്പോ പറഞ്ഞു, അത് നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റുന്നതാണോ? അല്ല, അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ളതാണ്. ചില ആൾക്കാര് ഇപ്പൊ പറയും, എന്താണ്, മെലിഞ്ഞു ഉണങ്ങിയിട്ടുള്ള പുരുഷന്മാര് വരാറുണ്ട് കാണിക്കാനായിട്ട്. അപ്പൊ അവർക്ക് കല്യാണം ആകുമ്പോഴത്തേക്കുമാണ് പറയുന്നത്, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് തടിക്കണം, കല്യാണം എടുക്കാറായി ഡോക്ടറെ. അപ്പൊ അവര് മിക്കവാറും ചെയ്യുന്നത് എന്താണ്? ജിമ്മിൽ പോകുന്നവരുണ്ടാവും, ജിമ്മിൽ പോയിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങളെ ഏറ്റവും വന്നിരിക്കുന്ന ചിലപ്പോൾ ആൾക്കാരിലുള്ള കുട്ടികൾ കഴിക്കുന്നവരുണ്ടാവും. ഇതിലൂടെയൊക്കെ വളരെ മോശം പാർശ്വഫലങ്ങളാണ് ആ അത്തരത്തിലുള്ള വിപണിയിലുള്ള പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്നത് കൊണ്ട് ഉണ്ടായിരുന്നത്. അവരുടെ ഫെർട്ടിലിറ്റിയെ തന്നെ ഫെർട്ടൈൽ ആവുകയാണ്, വന്ധ്യതയിലേക്കാണ് അവരെ പിന്നീട് നയിക്കുന്നത്. ശുക്ലത്തിന്റെ പ്രൊഡക്ഷന് ഉണ്ടാവുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിന്റെ മോട്ടിലിറ്റി, അതിന്റെ സഞ്ചാര വേഗത കുറയ്ക്കുകയും ഒക്കെയാണ് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ, വിപണിയിലുള്ള പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് വഴി ഉണ്ടാകും. അപ്പൊ അത് കഴിക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് അത് തരുന്നത്, അല്ലെ? അത് ഒരു ബോട്ടിലൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തടി വെക്കാനും ഒക്കെ തുടങ്ങും, നന്നായിട്ട് ഇരിക്കും. ആളുണ്ടാവും, ശരി നീ കഴിക്കാം, എനിക്കിതല്ലേ വേണ്ടത്, തടിക്കുകയാണ് എനിക്ക് വേണ്ടതെന്ന് വിചാരിച്ച് കഴിക്കും. പിന്നെ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴാണ് അതിന്റെ പാർശ്വഫലങ്ങൾ വരുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, കിഡ്നിയിലുള്ള പ്രശ്നങ്ങൾ വരാം, ലിവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. ഈ നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് സിറോസിസ് ഉണ്ടാകുന്നത്,
മദ്യപാനത്തിലൂടെ അല്ലാതെയുള്ള സിറോസിസ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കുന്നതിലൂടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള മദ്യപിക്കുന്നതിലൂടെ അല്ലാതെ വരുന്ന സിറോസിസിന്റെ ഒക്കെ കാരണം. 10-20 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ പ്രോട്ടീൻ പൗഡർ 5-6 മാസം കഴിച്ചിട്ടുള്ള ആൾക്കാരിലെ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അയ്യോ, നിങ്ങൾ ആ പ്രോട്ടീൻ പൗഡർ കഴിച്ചതുകൊണ്ടാണ് ഇത് വന്നത്, അത് കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്താണ്, രോഗത്തിലേക്ക് അവർ ചെന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഈ രോഗത്തിലേക്ക് കയറുന്നതിന് മുൻപ് വേണം നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരോടും ഈ വിപണിയിലുള്ള പ്രോട്ടീൻ പൗഡറോട് നമ്മൾ നോ എന്ന് പറയുന്നത്. അപ്പം വളരെ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത, ഞാൻ പറഞ്ഞു എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പീയിൽ നിന്നും എടുത്തിട്ടുള്ളത്, സോയാബീനിൽ നിന്നും എടുത്തിട്ടുള്ള പ്രോട്ടീൻ, പാലിൽ നിന്നും എടുത്തിട്ടുള്ള പ്രോട്ടീൻ, നെല്ലിക്ക, അതുപോലെ ബ്രഹ്മി, നമ്മളുടെ വീട്ടിൽ ഇപ്പം നട്ട് വളർത്തുന്ന ബ്രഹ്മി നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മളുടെ ഒരു പ്രോട്ടീൻ പൗഡർ. അപ്പൊ ഇത് കഴിക്കുന്നത് കൂടി ഭാവിയിൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വളരെ ഫലപ്രദമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് നമ്മളുടെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്.